Hello everyone, welcome to our new session. ഇന്നത്തെ ക്ലാസ്സിൽ എൻവയോൺമെന്റൽ പ്രോബ്ലം പോളിസീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് എന്ന 4th ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മേജർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള പോളിസീസിനെ കുറിച്ചിട്ടും അതുപോലെ അമെൻമെന്റ്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്, മെയിൻ ആയിട്ട് നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ. ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് വരുന്നത് മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ആണ്. നമുക്ക് കുറച്ചധികം പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾക്ക് കേട്ട് പരിചയമല്ല, നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർട്ടാണിത്. ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട്, ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, എക്സ്റ്റൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ് പാർട്ട് തന്നെയാണെങ്കിൽ കൂടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ആക്ടുകളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം. കാരണം ഈ ഒരു പാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടാണ്. മെയിൻലി എക്സാമിന് വരാറുള്ളത് നിങ്ങൾക്ക് അറിയാലോ, ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് എസ്സേക്ക് വരിക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ മെയിൻലി എസ്സേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കാല്ലേ. കാരണം എസ്സേന്റെ മാർക്ക് പോയാൽ നമുക്ക് 10 മാർക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻലി വരാറുള്ളത് ഒന്നല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ആക്ടിന്റെ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. ആ ഒരു ഫോർമാറ്റിലാണ് വരാറുള്ളത് കേട്ടോ. ആ ഒരു രീതിക്ക് തന്നെ വരണമെന്നില്ല. മേ ബി 2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അല്ലെ. പക്ഷെ ഈ ഒരു പാർട്ടിൽ നിന്ന് വരണം എന്നില്ല. ഈ ഒരു പാർട്ടിൽ നിന്ന് വന്നാൽ എളുപ്പമാണ് അല്ലെ, നമുക്ക് ഇത് എഴുതിയാൽ മതി അല്ലെ. പക്ഷെ ആക്ടിന്റെ പാർട്ടിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യൻസ് വരുന്ന രീതിക്കും എക്സാമിന് വരാറുണ്ട്. അപ്പൊ നമ്മള് 2 പാർട്ടും നല്ല രീതിക്ക് പഠിക്കൽ അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ടിലോട്ട് പോവാം. മേജർ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് അല്ലെ. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബൽ വാർമിംഗ് ആണ്. നമുക്കറിയാം അല്ലെ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എർത്തില് നമ്മുടെ ടെമ്പറേച്ചർ നല്ല രീതിക്ക് റൈസ് ചെയ്യുക അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. എന്തുകൊണ്ട് എങ്ങനെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും ലെവല് കൂടുമ്പോഴാണ് എങ്ങനെ എന്ത് ചെയ്യുക, ഇതിന്റെ ആവറേജ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സമ്മറിലൊക്കെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. നമ്മള് കണക്കുകൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞത് ഓരോ 30 ഇയേഴ്സിനും 3 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ അത്രയും ലെവലില് നമ്മുടെ എർത്തിലുള്ള ടെമ്പറേച്ചർ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ റൈസ് ചെയ്യാനുള്ള റീസൺ കാർബൺ ഡയോക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും ഇൻക്രീസ് മൂലമാണ്. ഇങ്ങനെ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് ത്രൂ ആണ് അല്ലെ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനോട് കൂടെ തന്നെ ഒരുപാട് വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലെ, നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിന് റീസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് എഫക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ് എന്ന് നോക്കാം. ഗ്ലോബൽ വാർമിംഗ് അതായത് നമ്മുടെ എർത്ത് സർഫസിലുള്ള ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്തൊക്കെയാ പ്രശ്നം, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ, മഞ്ഞ പൊരുകാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും, അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന റിവേഴ്സ് ഉണ്ടല്ലേ, പെരിയർ റിവേഴ്സ്, അതിലൊക്കെ എന്ത് ചെയ്യും, വെള്ളം കൂടും. അത് ഫ്ലഡിലേക്ക് നയിക്കും. അതേപോലെ തന്നെ ഈ ഒരു റിവേഴ്സിൽ നിന്നുള്ള വാട്ടറൊക്കെ സീയിലോട്ട് എത്തിച്ചേരുന്നതുകൊണ്ട് തന്നെ സീ ലെവല് റൈസ് ചെയ്യൂല. സീ ലെവല് റൈസ് ചെയ്യുമ്പോൾ നമ്മളെ ലാൻഡ് ഏരിയ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പം ഓവറോൾ നോക്കുമ്പോൾ നമ്മുടെ ലാൻഡ് അതുപോലെ സീ വാട്ടർ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചേഞ്ചസ് വരും അല്ലെ. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇറാറ്റിക് സീസൺ. ഇറാറ്റിക് സീസൺ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രീം വെതർ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇറാറ്റിക് സീസൺ എന്ന് പറയാം അല്ലെ. അതായത് ചൂടാണെങ്കിൽ, അതായത് സമ്മർ ആണെങ്കിൽ എക്സ്ട്രീം സമ്മർ, റെയിനി സീസണിലാണെങ്കിൽ നല്ല രീതിക്ക് മഴ വരിക, ഓവറായിട്ടുള്ള വെതേഴ്സ് അല്ലേ, എക്സ്ട്രീം ആയിട്ടുള്ള വെതേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ ഇറാറ്റിക് സീസൺ എന്ന് പറയുക. ഓരോ സീസണിലും എന്ത് ചെയ്യുക, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ വരിക. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വരുന്നത്, സിവിയർ ഫെമീൻ ഫോർ ഡ്രിങ്കിങ് വാട്ടർ അല്ലെ. ഡ്രിങ്കിങ് വാട്ടർ അതിന്റെ ഷോർട്ടേജ് ഉണ്ടാവുക, അത് തന്നെ എന്തിലോട്ട് നയിക്കും, നമ്മുടെ ഫുഡ് ഷോർട്ടേജിലോട്ട് അല്ലെ. വാട്ടറിന് ഷോർട്ടേജ് വരുമ്പോൾ ഓഫ്കോഴ്സ് അഗ്രികൾച്ചറിനെയൊക്കെ അത് എഫക്ട് ചെയ്യും അല്ലെ. അതായത് നമ്മുടെ ഫുഡ് ഷോർട്ടേജ് ഉണ്ടാകും, അത് നമുക്ക് എന്ത് ചെയ്യും, പോവർട്ടിയിലോട്ടൊക്കെ നയിക്കും അല്ലെ. അതുപോലെ തന്നെ വരുന്നൊരു പ്രശ്നമാണ് സമ്മർ സീസണിലൊക്കെ ഗ്രോയിങ് പവർ നീഡ്സ് അല്ലെ. അതായത് വാട്ടർ ഷോർട്ടേജ് വരുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യും, പവർ നീഡ്സ് കൂടുകയാണ് അല്ലെ.
പവർ നീഡ്സ് കൂടുകയാണ്. അതുപോലെ തന്നെ പവർ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യൂലേ വാട്ടറിന്റെ ഷോർട്ടേജ് വരുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, ലോങ് പവർ കട്ടുകൾ കൊണ്ടുവരും. അത് സ്മോൾ ഇൻഡസ്ട്രീസിലൊക്കെ നോർമൽ ആളുകളെയൊക്കെ എന്ത് ചെയ്യും, അവരുടെ ഇൻഡസ്ട്രീസിനെയൊക്കെ ഫങ്ഷനിങ്ങിനൊക്കെ അത് ബാഡ് ആയിട്ട് ബാധിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന്റെ എഫക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സ്പ്രെഡ് ഓഫ് വേരിയസ് കൈൻഡ് ഓഫ് ഡിസീസിലെ നമുക്കറിയാം, ഒരു മഴക്കാലം ഒരു സമ്മർ കഴിഞ്ഞ് പിന്നെ ഒരു റെയിനി സീസൺ ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഡിസീസസ് വരും അല്ലെ. പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് അതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ ചെറിയ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവില്ലേ. അപ്പൊ ഇങ്ങനെ ഓവറായിട്ട് സീസൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് സ്പ്രെഡ് ആവും അല്ലെ. അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ പോലെയുള്ള കാര്യങ്ങൾക്കും ഈ ഒരു ഗ്ലോബൽ വാർമിങ് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. സോയിൽ ഇറോഷൻ കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ, ഗ്ലോബൽ വാർമിങ് കൂടി കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഒക്കെ നമുക്ക് ഒരുപാട് നഷ്ടമാവും. അത് എന്ത് ചെയ്യും, ലാൻഡ് ഏരിയ ഡെസേർട്ടായി മാറാനുള്ള ചാൻസസ് കൂടുതലേ. സോയിൽ ഫെർട്ടിലിറ്റിനെയൊക്കെ അഫക്ട് ചെയ്തിട്ട് ലാൻഡ് ഏരിയ എന്തായിട്ട് മാറും, ഡെസേർട്ടായിട്ട് മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും എമൗണ്ട് റൈസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് എർത്തിന്റെ സർഫസ്, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എന്ത് അനുഭവപ്പെടുകയാണ്, ഓവറായിട്ട് ഹീറ്റ് അനുഭവപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സംഭവം തന്നെയാണ് അല്ലെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എല്ലാ സംഭവങ്ങളും എന്താണ് കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലെ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് പറയണം, ഗ്രീൻ ഹൗസ് ഗ്രീൻ ഹൗസ് എന്താണെന്നുള്ളത് നോക്കണം അല്ലെ. നമ്മള് ഗ്രീൻ ഹൗസ് നമ്മൾ നോർമലി എക്സ്ട്രീം വെതർ കണ്ടീഷനിലൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പ്ലാന്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ നിലനിർത്തിയിട്ട് നല്ല രീതിക്ക് ക്രോപ്പുകളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രീൻ ഹൗസ് അല്ലെ. അതെങ്ങനെയായിരിക്കും, ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ, ഒരു ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ റൂഫായിട്ടുള്ള എന്തുണ്ടായിരിക്കും, ഒരു സെറ്റപ്പ് ആണല്ലേ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെന്താ ചെയ്യാം, അതിലോട്ട് വരുന്ന സൺലൈറ്റിനെയൊക്കെ അതിലോട്ട് വരുന്ന സൺലൈറ്റിനെയൊക്കെ അത് ട്രാപ്പ് ചെയ്യും. എന്നിട്ട് ആ ഒരു ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നമ്മൾ എന്ത് ചെയ്യും, പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിപ്പിക്കില്ല. അങ്ങനെയാണ് ഗ്രീൻ ഹൗസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പ്ലാന്റ്സിനെയൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഗ്രീൻ ഹൗസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എർത്തിൽ സണ്ണിൽ നിന്നും എർത്തിലോട്ട് വരുന്ന സൺലൈറ്റിന്, അതായത് എർത്തിലോട്ട് വരുന്ന ഇൻഫ്രാറെഡ് റേസിന്, മെയിൻലി ഇൻഫ്രാറെഡ് റേസ് ആണല്ലേ, എന്താ ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്രാറെഡ് റേസ് ആണല്ലേ. നമുക്കറിയാം, നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ലെയേഴ്സുകളായിട്ടാണല്ലേ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ട് ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ലെയേഴ്സിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എർത്ത് സർഫസ് എന്ത് ചെയ്യാത്തത്, തണുത്തുറഞ്ഞു പോകാത്തതെന്നൊക്കെ പറയില്ലേ. അതായത് നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ നമ്മൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗ്രീൻ ഹൗസ് ആക്ട് ചെയ്യുന്ന പോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ്മോസ്ഫിയർ. അതുകൊണ്ടാണ് നമ്മുടെ എർത്ത് എന്ത് ചെയ്യാതെ തണുത്തുറഞ്ഞു പോകാണ്ട് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ നിൽക്കുന്നത്. ആക്ച്വലി ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നല്ലൊരു കാര്യമാണ് അല്ലെ. നമ്മുടെ എർത്തിനെ എന്താ ഐസായി പോകുന്നതിനും എന്ത് ചെയ്യാണ്, പ്രിവെന്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. അപ്പൊ എന്ത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇതുപോലെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, മെയിൻലി നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിനെ ഈ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് മെയിൻലി കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, വാട്ടർ വേപ്പർ, നൈട്രജൻ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്സ് ഒക്കെയാണ് മെയിൻലി ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നത്. ഓക്കെ, പിന്നെ എന്താ പ്രശ്നം, ഇത് നല്ലതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എൻവയോൺമെന്റൽ പ്രോബ്ലം എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പഠിക്കുന്നത്? നമ്മുടെ മനുഷ്യന്റെ ഓവറായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും ഓവറായിട്ടുള്ള യൂസേജും ഒക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുടെ എമൗണ്ട് എന്ത് ചെയ്യാണ്, വളരെ അധികമായിട്ട് കൂടി. അപ്പൊ എന്താ പ്രശ്നം വരിക, ഇങ്ങനെ നമ്മുടെ എർത്ത് സർഫസിൽ ട്രാപ്പ് ചെയ്യുന്ന ഹീറ്റ് പാർട്ടിക്കിൾ, അതായത് ഇൻഫ്രാറെഡ് റേസിന്റെ എമൗണ്ട് വളരെയധികം കൂടി. അത് എന്തിലോട്ട് നയിക്കുകയാണ്, ഗ്ലോബൽ വാർമിങ്ങിലോട്ട് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമ്മുടെ എന്ത് ചെയ്യുന്ന പ്രോബ്ലംസിൽ വരുന്നത് കേട്ടോ. അതായത് നോർമൽ ലെവലിലാണെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്.
അതായത് നമ്മുടെ ലൈഫിൽ പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് സ്യൂട്ടബിൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കോൾഡ് വെതർ ആയിരിക്കും നമ്മുടെ എർത്തിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എഫക്റ്റ് ആണ് എന്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ളത്. പക്ഷേ ഓവറായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഇൻക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഓവറായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു എർത്തിന് ഇങ്ങനെയുള്ള ഹീറ്റ് റേസ് എന്ത് ചെയ്യാൻ ട്രാപ്പ് ആവും. അത് ഓവറായിട്ടുള്ള ടെമ്പറേച്ചർ ഇൻക്രീസിനൊക്കെ കാരണമാവും. അങ്ങനെ അത് ഗ്ലോബൽ വാർമിങ്ങിലോട്ട് നയിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഗ്ലോബൽ വാർമിംഗ് അല്ലെ. പിന്നെ ഗ്ലോബൽ വാർമിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെ. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ വാർമിംഗിലോട്ട് നയിക്കും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താ ക്ലൈമറ്റ് എന്നുള്ള പറയണം അല്ലെ. ഒരു വെതർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലൈമറ്റ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിങ്ങനെ പറയില്ലേ, ഇത്ര പീരീഡ് മുതൽ ഇത്ര പീരീഡ് വരെ എന്താണ് മഴയാണ്, ഇത്ര പീരീഡ് വരെ സമ്മർ ആണ്, അങ്ങനെ എന്താണ്? അത് എന്തുകൊണ്ടാണ് നമ്മൾ അത് ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് പറയുന്നത്? അത് കണ്ടിന്യൂസ് ആയിട്ട് ഓവർ ഒരു ലോങ് പീരീഡിൽ അത് തന്നെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ലോങ് ടേമിലുള്ള വെതറാണ്. അങ്ങനെയുള്ള ലോങ് ടേമിലുള്ള വെതറിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലൈമറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ക്ലൈമറ്റില് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ട് അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ചില മാൻമെയ്ഡ് ആക്ടിവിറ്റീസും ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ക്ലൈമറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇല്ലാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറയും നല്ല സമ്മറിൽ എന്ത് ചെയ്യും? സമ്മർ സീസണിൽ ചിലപ്പോൾ എന്തായിരിക്കും? നല്ല മഴയായിരിക്കും. നമ്മുടെ റെയിനി സീസണിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? നല്ല വെയിലായിരിക്കും അല്ലെ. അതായത് നമ്മുടെ നോർമൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോ ഇനി ഇത്ര മന്ത് വരെ മഴയാണെന്ന് പറഞ്ഞതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലെ. അപ്പോ ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോർമൽ ലിവിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എ സിഗ്നിഫിക്കന്റ് alteration of these long-term weather pattern, primarily due to human activities like burning fossil fuel, deforestation, and industrial processes. For reasons of climate changes നോക്കുകയാണെങ്കിൽ ബേണിംഗ് ഫോസിൽ ഫ്യൂൽ, ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. ഇത് ഗ്ലോബൽ വാർമിങ്ങിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള എഫക്റ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്റ്റുകൾ വരുന്നതാണ് റൈസിങ് ടെമ്പറേച്ചർ അല്ലെ. അതായത് നമ്മുടെ ഈ ഒരു ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുന്നതോട് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ചസും വെതർ പാറ്റേണിലും ഒക്കെ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എക്സ്ട്രീം വെതേഴ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ സീ ലെവൽ റൈസ് ചെയ്യുന്നുണ്ട്, എക്കോസിസ്റ്റം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹെൽത്ത് റിസ്കുകൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് എഫക്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ആ ഒരു പോർഷനിൽ പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. നമുക്കറിയാം നമ്മുടെ എർത്തിനെ UV റേസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലെയർ ഉണ്ട് അല്ലെ നമുക്ക് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ. അതാണ് നമ്മൾ ഓസോൺ ലെയർ എന്ന് പറയാം. ഈ ഓസോൺ ലെയറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചില ഹോൾസ് ഒക്കെ കാണുന്നുണ്ട് അല്ലെ. അതാണ് ഓസോൺ ലെയർ ഹോൾസ് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയാം അല്ലെ. അതായത് എർത്തിന്റെ ഓസോൺ ലെയറിൽ വരുന്ന ഡാമേജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനെ ഓസോണിന്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിന് ഹോൾസ് വരുമ്പോൾ എന്താ പ്രശ്നം വരാം? സണ്ണിൽ നിന്നുള്ള UV റേസ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? എർത്തിലോട്ട് വരും അല്ലെ. അങ്ങനെ എർത്തിലോട്ട് ഡയറക്റ്റ് ആയിട്ട് UV റേസ് വരുമ്പോൾ അതെന്തൊക്കെയാ ഇതുണ്ടാകും? എന്തൊക്കെ എഫക്റ്റുകളാണ് നമ്മുടെ ലിവിങ് ബീയിങ്സിന് അല്ലെങ്കിൽ നമ്മുടെ എർത്തിന് എന്തൊക്കെയാണ് അത് എങ്ങനെയാണ് അത് ബാധിക്കുക? നമുക്കറിയാം അല്ലെ, ക്യാൻസർ പോലെയുള്ള ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാ ഇങ്ങനെ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്ത് പോകുന്നത്? ഓസോൺ ലെയറിന് ഇങ്ങനെ ഹോൾസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ കുറച്ചധികമായിട്ട് കൂടുന്നുണ്ട് എന്നാ പറയുന്നത്. ഇതിന്റെ റേറ്റ് കൂടി വരിക എന്നാ പറയുന്നത്. എന്തുകൊണ്ടാ? ഫ്ലോറോ കാർബൺസ്, അതായത് നമ്മൾ മെയിൻലി റെഫ്രിജറന്റ്, അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നോർമൽ വീടുകളിൽ വരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വരെ AC പണ്ടൊന്നും അധികം നമ്മൾ എന്ത് ചെയ്തിരുന്നില്ല, യൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ അത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഓവറായിട്ട് നമ്മൾ റെഫ്രിജറന്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്താവും?
ഇങ്ങനെയുള്ള ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒക്കെ ഓവറായിട്ട് എമിറ്റ് ചെയ്യും. അത് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകും അല്ലെ. പിന്നെ മെയിൻലി കോസ് ചെയ്യുന്നത് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന ഗ്യാസസ് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഉണ്ട്, ഹാലോൺസ് ഉണ്ട്, ആൻഡ് അത് മീഥൈൻ ക്ലോറോഫോംസ് അങ്ങനെയുള്ള HCFs പോലെയുള്ള ഗ്യാസസും ഇതിലെന്താകുന്നുണ്ട് റീസൺ ആയിട്ട് മാറുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ആസിഡ് റെയിനിനെ കുറിച്ചിട്ടാണ്. ആസിഡ് റെയിൻ ഈസ് എ precipitation that contain high level of sulfuric acid and nitric acid. നമ്മുടെ നോർമൽ റെയിനിന്റെ കൂടെ ഹൈ ലെവൽ ഓഫ് സൾഫ്യൂരിക് ആൻഡ് നൈട്രിക് ആസിഡ് വന്നിട്ട് ഇതിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയാം അല്ലെ. ഇങ്ങനെ റെയിനിലൊക്കെ ഓവർ എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡും അതുപോലെ നൈട്രിക് ആസിഡും ഒക്കെ വരുന്നത് എങ്ങനെയാ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് എത്തിച്ചേരുന്ന സൾഫർ ഡൈ ഓക്സൈഡും അതുപോലെ നൈട്രജൻ ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യാണ്, അതായത് നമ്മുടെ വെഹിക്കിളിൽ നിന്നൊക്കെ നമ്മൾ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൂടെ ഫോസിൽ ഫ്യൂൽ ബേൺ ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മൾ എമിറ്റ് ചെയ്യുന്ന സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഒക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തൂലെ. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എത്തുമ്പോൾ അത് ഇങ്ങനെയുള്ള പൊല്യൂട്ടന്റുകൾ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറും ഓക്സിജനും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഒക്കെ ആയിട്ട് മാറും. എന്നിട്ട് അതെന്ത് ചെയ്യും, റെയിന്, സ്നോ, ഫോഗ്, ഡസ്റ്റ് അങ്ങനെയുള്ള നമ്മുടെ നോർമൽ പ്രോസസ്സുകൾ ഉണ്ടല്ലോ അതിലൊക്കെ എന്ത് ചെയ്യും, അത് ത്രൂ നമ്മുടെ എയർത്തിലോട്ട് വരും. അതാണ് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആസിഡ് റെയിനിന്റെ മെയിൻ റീസൺ എന്തായിരിക്കും, ഇതുപോലെയുള്ള പോയിസണസ് സംഭവങ്ങളുടെ എമിഷൻ തന്നെയായിരിക്കും അല്ലെ. എമിഷൻ ഫ്രം ഫോസിൽ ഫ്യൂൽ കമ്പഷൻ ആൻഡ് industrial process and vehicles, chemical reaction in the atmosphere that produce sulfuric and nitric acid ആണ് എന്ത് വരുന്നത്, പ്രോസസ് ഓഫ് ആസിഡ് റെയിനിൽ വരുന്നത്. ഇനി എന്തൊക്കെയാ ആസിഡ് റെയിൻ കൊണ്ടുള്ള എഫക്ട്, അതിന് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ട്. അതായത് ആസിഡ് റെയിൻ നോർമലി ഒരു ആസിഡ് വീണ സ്ഥലത്ത് എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, പറയാലോ. ചെറിയൊരു ഡ്രോപ്പ് ഒക്കെ നമ്മുടെ മെയിലൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് പാർട്ടിൽ തന്നെ ഡാമേജ് ആക്കൂലെ. അതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ മെയിലോട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിന്റെ ആ കംപ്ലീറ്റ് പാർട്ട് തന്നെ എന്താവും, ഡാമേജ് ആയി പോകും. അപ്പൊ ഈ ആസിഡ് റെയിൻ ഏത് പാർട്ടിലാണോ വരുന്നത് ആ പാർട്ടിലുള്ള ഫോറസ്റ്റ്, ലേക്ക്, സ്ട്രീം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ എൻവയോൺമെന്റൽ പാർട്ടുകളെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഡാമേജിൽ നമുക്ക് മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മൾ താജ്മഹലിലൊക്കെ പറയും ആസിഡ് റെയിൻ ആ ഒരു റീജിയനിൽ കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, താജ്മഹലിലേക്ക് ആ ഒരു ഭംഗി നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമ്മൾ പറയില്ല. അതായത് സ്ട്രക്ചറൽ ഡാമേജസ് ഉണ്ടായിരിക്കും. ആക്സിലറേറ്റ് ദ ഡീകേ ഓഫ് ബിൽഡിംഗ് മോണുമെന്റ്സ് ആൻഡ് സ്റ്റാറ്റ്യൂസ് എസ്പെഷ്യലി ദോസ് മെയ്ഡ് ഓഫ് ലൈംസ്റ്റോൺ ആൻഡ് മാർബിൾസ്. ഹ്യൂമൻ ഹെൽത്തിന്, അതായത് ആസിഡ് റെയിനിന്റെ നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസും അതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമാകുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള ആസിഡ് റെയിൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, മെയിൻലി ഇങ്ങനെയുള്ള എമിഷൻസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള എമിഷൻസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന പൊല്യൂട്ടന്റുകളുടെയൊക്കെ എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ലോസുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നടപ്പിലാക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്റ്റിങ്ഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. എന്താ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? Extinction refers to permanent loss of species, both plants and animals. അതായത് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് ആനിമൽ ആയിക്കോട്ടെ പ്ലാന്റ് ആയിക്കോട്ടെ അത് പെർമനന്റ്ലി ലോസ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് പറയാം. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഫിനോമിനയാണ് അല്ലെ. നോർമലി നമുക്കറിയാം ഓരോ കാലഘട്ടത്തിലും ഓരോ സ്പീഷീസ് ജീവിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ അകത്ത്. ഡൈനോസേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലീവ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ സ്പീഷീസിനും എന്തുണ്ട്, ഇപ്പം നാച്ചുറലി എന്ത് ചെയ്യാറുണ്ട്, എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാറുണ്ട്, എക്സ്റ്റിങ്ഷൻ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊരു പ്രോബ്ലം, എൻവയോൺമെന്റൽ പ്രോബ്ലം ആവുന്നത് എത്തിയാ അതിന്റെ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ആക്സിലറേറ്റ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അത് എൻവയോൺമെന്റൽ പ്രോബ്ലം ആയി എന്ന് പറയാറ്. അതായത് നോർമലി ഒരു 1000 വർഷമൊക്കെ ജീവിക്കേണ്ട സ്പീഷീസ് എന്ത് ചെയ്യാണ്, ഒരു 50-100 വർഷത്തിൽ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവാം. അപ്പോഴാണ് നമ്മൾ അതൊരു എൻവയോൺമെന്റൽ പ്രോബ്ലം ആയിട്ട് എന്ത് ചെയ്യുക, കണക്കാക്കാറ്. എക്സ്റ്റിങ്ഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ. അത് എന്തുകൊണ്ടാണ് മീഡിയ അങ്ങനെ നടക്കുന്നത്, മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് മൂലമാണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ എന്നുള്ളത് നോക്കാം.
ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, അതായത് നമ്മളൊരു സ്പീഷീസിന്റെ അല്ലെങ്കിൽ ഒരു ആനിമൽസിന്റെ ഒക്കെ ഹാബിറ്റാറ്റ്, അവർ ജീവിക്കുന്ന ആ ഒരു പ്ലേസ് നമ്മൾ ഇല്ലാണ്ടാക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, ആ ഒരു ആനിമൽസിന് എക്സ്ട്രക്ഷൻ സംഭവിക്കാം. അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ത്രൂ, പൊല്യൂഷൻ ത്രൂ, അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏതെങ്കിലും ഒരു അനിമലിനെയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെയൊക്കെ നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാം, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അതുപോലെ ഇൻവേസീവ് സ്പീഷീസ് എന്ന് പറയാം, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കേണ്ട ഒരു പ്ലാന്റിനെ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം, കൊണ്ട് നടാം. അപ്പൊ അതൊക്കെ ഉണ്ടാവാൻ എന്തിനുള്ള കോസസ് ആണ്, അത് എക്സ്റ്റെൻഡ് ആയിട്ട് പോകാനുള്ള കോസസ് ആണ് അല്ലെ. ഇനി എന്തൊക്കെയാ എക്സ്റ്റൻഷൻ കൊണ്ടുള്ള എഫക്റ്റുകൾ വരുന്നത്? ബയോഡൈവേഴ്സിറ്റി ലോസ് ആവും, അതുപോലെ ഇക്കോസിസ്റ്റം എന്തെങ്കിലും ഇംബാലൻസിലാവില്ല. കാരണം നമുക്കറിയാം ഓരോ സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഓരോ സ്പീഷീസും നമ്മുടെ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഓരോ റോളുകൾ ഉണ്ടല്ലേ. അപ്പൊ ഒരു സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫുഡ് ചെയിനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആനിമൽസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയൊക്കെ അത് എന്ത് ചെയ്യും, ബാധിക്കൂല. എക്കോസിസ്റ്റത്തിന് ഇംബാലൻസിന് അത് എന്ത് ചെയ്യാം, കാരണമാകാം. എക്കണോമിക് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി എങ്ങനെയാ നമുക്കതിനെ കൺസേർവ് ചെയ്യാൻ പറ്റുക? പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ നമുക്കതിനെ കൺസേർവ് ചെയ്യാം അല്ലെ. ലെജിസ്ലേഷൻ, അതായത് ലോ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺസേർവ് ചെയ്യാം. അല്ലെങ്കിൽ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷനും കൂടെ യൂസ് ചെയ്യുന്നതിന് ആ ഒരു സംഭവം വേണം എന്നുള്ള ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സംഭവത്തെ എന്ത് യൂസ് ചെയ്യാം അല്ലെ. അതിനാണ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അതായത് ഏതൊരു കാര്യം നമ്മൾ യൂസ് ചെയ്യുകയും അത് അടുത്ത ജനറേഷനും കൂടെ വേണ്ടതാണ് എന്നുള്ള ആ ഒരു ഓർമ്മയിൽ നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ട് ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. എന്തെങ്കിലും ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പീഷീസ് ആണെങ്കിൽ അത് സ്പീഷീസിനെ യൂസ് ചെയ്യാതെ അതിനെ കൺസേർവ് ചെയ്തിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സസ്റ്റൈനബിൾ പ്രാക്ടീസസിൽ വരാതെ. പിന്നെ റീസ്റ്റോറേഷൻ പ്രോജക്റ്റ്, അതായത് നമുക്ക് അതിനെ റീസ്റ്റോർ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. മെയിൻലി പബ്ലിക് അവയർനെസ് കൊടുക്കാന്നുള്ളതാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലോറ ആൻഡ് ഫൗണ എക്സ്റ്റിൻഷനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മേജർ പ്രോബ്ലംസിൽ വരുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ നോക്കിയ മേജർ പ്രോബ്ലംസ്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു, ഓസോൺ ലെയർ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, ആസിഡ് റെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സ്റ്റിൻഷൻ ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻസ് ആണ്. അതായത് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യണമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനിയുള്ള പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. അതായത് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ്. Environmental protection is not an option but a necessity for thriving India. Our policies must reflect our commitment to a greener future. Every step count in preserving our environment. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് എസ് സി ഒക്കെ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിലോ അല്ലെങ്കിൽ കൺക്ലൂഷൻ പാർട്ടിലോ ഒക്കെ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ്. Environmental conservation means proper management. Conservation of environment involves the sustainable management and use of natural resources to prevent depletion and degradation. Environmental management is possible only by awareness among people. യൂഷ്വലി പറഞ്ഞ കാര്യം, നോർമലി പറയുന്ന കാര്യം തന്നെയാണ്. എന്താ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു യൂസിലൂടെ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ് ഓഫ് കൺസർവേഷൻ ആണ്. അതിൽ മെയിൻലി വരുന്നത് പ്രിസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി, പ്രോപ്പർ എക്കോളജിക്കൽ ബാലൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺസർവേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എൻവയോൺമെന്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ എടുത്തിട്ടുള്ള എൻവയോൺമെന്റൽ കൺസർവേഷന് വേണ്ടി എടുത്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെജിസ്ലേഷൻ, ലോ ത്രൂ അല്ലെങ്കിൽ എന്താ പറയാ, ആക്ട് ത്രൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എന്ത് ചെയ്തിട്ടുണ്ട്, കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷേഴ്സ് ടേക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഇനി ഒരുപാട് ആക്ടുകൾ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നാഷണൽ പോളിസീസ് എന്ത് ചെയ്യാറുണ്ട്, പോളിസീസ് ത്രൂ എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാറുണ്ട്. അഫോറസ്റ്റേഷൻ പ്രോഗ്രാമുകൾ അല്ലെ, അതായത് പുതുതായിട്ട് എന്ത് ചെയ്യാം, നമ്മള് ഫോറസ്റ്റ് കവറുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ,
ആ പ്രോസസ് ത്രൂ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാറുണ്ട്. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അതുപോലെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ത്രൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് കീ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, അതായത് ഒരുപാട് ഇപ്പം കുറച്ച് ഞാൻ ഇത് കൊടുക്കുന്നേ ഉള്ളൂ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. മെയിൻലി ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതില് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, വാട്ടർ ആക്ട്, എയർ ആക്ട്, അതുപോലെ തന്നെ എന്താ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ കുറച്ച് അറ്റ്ലീസ്റ്റ് കുറച്ച് ആക്ടുകളുടെയെങ്കിലും ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പഠിച്ച സമയത്ത് SAക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മേജർ ആക്ടുകൾ, ഇന്ത്യയിലുള്ള മേജർ ആക്ടുകളെ കുറിച്ചിട്ടായിരുന്നു SAക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, കുറച്ച് മേജർ ആക്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെയുള്ള ആക്ടുകൾ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആക്ടുകൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം SAക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി ഒരു 8 ആക്ടുകളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഫോറസ്റ്റ് ആ ഒരു രീതി, ആ ഇതിന്റെ അണ്ടറിൽ വരുന്ന, സോറി, നമ്മുടെ കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് അധികം ആക്ടുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ആക്ടുകളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെ. അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓൾറെഡി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തൂലേ. അതായത് എന്താ, പ്രിസർവ്ഡ് ഏരിയാസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തില്ലേ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നമ്മൾ കൊടുത്തു, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, അഫോറസ്റ്റേഷൻ പ്രോഗ്രാം, നാഷണൽ പോളിസീസ്, ലെജിസ്ലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ത്രൂ നമ്മൾ എന്ത് ചെയ്തു, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്ന ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് അമെന്റ്മെന്റ്സുകൾ ഉണ്ടാക്കി അല്ലെ. അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, എന്താ വരിക, ഇപ്പൊ നമ്മൾ ഈ ചെയ്ത ആക്ടിവിറ്റീസിലൊക്കെ എന്തൊക്കെ അപ്ഡേഷൻസ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അമെന്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ലോ ത്രൂ കുറച്ചധികം ലോസ് നമ്മൾ മേക്ക് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ആ ലോസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാലങ്ങൾ കൊണ്ട് നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ അഡീഷണലി കൊണ്ടുവന്നിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അമെന്റ്മെന്റ്സുകൾ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് നമ്മൾ എന്ത് ചെയ്തത്, അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Department of Environment and Forest 1972. In 1972, the Indian government established the Department of Environment to address environmental issues and promote conservation efforts. This department was later merged with the Ministry of Forest and Wildlife to form the Ministry of Environment and Forest. The MOEF is responsible for planning, promoting, coordinating, and overseeing the implementation of environment and forestry policies and programs in India. Okay, എന്താ പറയുന്നത്, നമ്മുടെ ഈ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഈ ഒരു എന്താ പറയുക, ലോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ സ്ട്രോങ് ആക്കിയില്ല. 1972 എന്ത് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് ആയിട്ട് തന്നെ എന്ത് ചെയ്തു, എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എമേർജ് ചെയ്തു വന്നു അല്ലെ. അത് പിന്നീട് എന്ത് ചെയ്തു, മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആയിട്ട്, അതായത് MOEF, മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് ഫോറസ്റ്റും ആയിട്ട് എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തിട്ട് മേർജ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് മാറിയില്ലേ. അങ്ങനെ എന്ത് ചെയ്തു, ഓരോ പാർട്ടിലും ഇപ്പൊ ഫാക്ടറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, വാട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഫോറസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഓരോ പാർട്ടിലും വരുന്ന പ്രോബ്ലംസിനെ റിലേറ്റ് ചെയ്തിട്ട് ഓരോ ആക്ടുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നടപ്പിൽ വരുത്താൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ആക്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മെയിൻലി 8 ആക്ടുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ, ഫാക്ടറീസ് ആക്ട് 1948, amended in 1987. അതായത് 1948 അത് എന്ത് ചെയ്തത്, ലോ ആയിട്ട് കൊണ്ടുവന്നത്. അതിന് കുറച്ച് പിറ്റലുകളൊക്കെ അല്ലെങ്കിൽ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയത് 1987. ഓക്കെ, എൻഷുർ എന്തൊക്കെയാ ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ വരുന്നത്, ഓരോ
അപ്പം ഓരോ ഫാക്ടറികളിലും അവര് എൻഷുർ ചെയ്യേണ്ട കുറച്ച് ക്ലീൻലിനെസ്, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, അവിടെയുള്ള വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള എന്താ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും ഒരുപാട്, അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ എന്ത് ചെയ്തിരിക്കണം, എൻഷുർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് ഒരു ഫാക്ടറിയിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള വേസ്റ്റുകൾ, എഫ്ലുവന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താ ഹ്യൂമൻ ഹാബിറ്റാറ്റ് ഇല്ലാത്ത പാർട്ടിൽ നിന്ന് ഹ്യൂമന്റെ വാസസ്ഥലം അല്ലാത്ത സ്ഥലങ്ങളിലോട്ട് എന്ത് ചെയ്യണം, സ്ഥലങ്ങളിലായിരിക്കണം അങ്ങനെയുള്ള ഫാക്ടറികൾ എന്ത് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഹാർംഫുൾ വേസ്റ്റ് ഷുഡ് ബി ലിമിറ്റഡ്. ഈ ഹാർംഫുൾ വേസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, അവർ എമിറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വെക്കണം, കെപ്റ്റ് ചെയ്യണം. ഓക്കെ, പ്രോപ്പർ മെയിൻ്റെനൻസ് ആൻഡ് ചെക്ക് ഓഫ് ദ മെഷീനറീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ഒരു ഓവർ പീരീഡിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയും വേണം. അതിന് പ്രോപ്പർ ആയിട്ട് തന്നെയാണ് നടത്തുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. റെഗുലേറ്റ്സ് വീക്ക്ലി ഹവേഴ്സ്, ഡെയിലി ഹവേഴ്സ് ഇന്റർവൽ ഫോർ റെസ്റ്റ് ആൻഡ് നൈറ്റ് ഷിഫ്റ്റ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് പീരീഡ് കൊടുക്കണം എന്നുള്ളത്. അതായത് കണ്ടിന്യൂസ് വർക്ക് ഒന്നും കൊടുക്കരുത്, അവർക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ എന്താ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെല്ലുകളിൽ എന്ത് ചെയ്യണം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണം വർക്കേഴ്സിന് കൊടുക്കാൻ. പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെന്റ് ഓഫ് children below 40 years and regulate the working hours of young person. അതായത് 40 ഇയേഴ്സിന് അണ്ടറിലുള്ള കുട്ടികൾ എന്ത് ചെയ്യരുത്, ഫാക്ടറികളിലൊന്നും വർക്ക് ചെയ്യിപ്പിക്കരുത്. ആ ഒരു ലെവലിൽ എന്ത് ചെയ്തു ആക്ട് കൊണ്ടുവന്നു. ഫാക്ടറീസ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രൊവൈഡ് ഫോർ ആനുവൽ ലീവ്സ് വിത്ത് വേജസ് ഫോർ വർക്കേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടറി ആക്ടിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് എൻവയോൺമെന്റൽ കൺസർവേഷൻ ആക്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആക്ട് എന്നും പറയാറുണ്ട്. 1980 അത് നിലവിൽ വന്നത്. അമെൻഡ് ചെയ്തത് ഇത് 1988. ഓക്കെ, മെയിൻലി വരുന്നത് നാച്ചുറൽ ഫോറസ്റ്റ് ഓൺ ഷുഡ് നോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു അതർ പ്ലാന്റേഷൻ വിതൗട്ട് അക്സെപ്റ്റൻസ് ഓഫ് ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന്റെ അക്സെപ്റ്റൻസ് ഇല്ലാതെ വേറൊരു ലെവലിലോട്ട് എന്ത് ചെയ്യരുത്, നാച്ചുറൽ ഫോറസ്റ്റ് ഹാബിറ്റാറ്റോ അല്ലെങ്കിൽ നാച്ചുറൽ ഫോറസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടുകളൊന്നും കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ 20 ഹെക്ടേഴ്സിൽ കൂടുതലുള്ള ലാൻഡുകൾ കൺവേർഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ അക്സെപ്റ്റൻസ് നിർബന്ധമുള്ളതാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ലാൻഡ് ഏരിയ, അതായത് ഫോറസ്റ്റ് ഏരിയ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര എമൗണ്ട് തന്നെ എന്ത് ചെയ്യണം, കൺവേർട്ട് ഇപ്പൊ എത്ര എമൗണ്ട് ആണോ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്തത് അത്രയും എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലാന്റ് ചെയ്യണം. അതായത് എത്ര എമൗണ്ട് ഫോറസ്റ്റ് ഏരിയ ആണോ നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റൽ പ്രോജക്റ്റിന് വേണ്ടി യൂസ് ചെയ്തത് അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു പാർട്ടിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അത്രയും പാർട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കണം. പ്രോപ്പർ ചെക്ക് ഓൺ ഇല്ലീഗൽ ലാൻഡ് ക്യാപ്ചർ ആൻഡ് കോർപ്പറേഷൻ. അതായത് ഇല്ലീഗലായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെയൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫൈൻഡ് ചെയ്യണം. എൻകറേജ്മെന്റ് ടു ട്രൈബൽ കമ്മ്യൂണിറ്റി. അതായത് ഇപ്പൊ ഫോറസ്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്ത് ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു ആക്ടുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. Forest planning and management should be stressed. Afforestation near the hills and slopes of the hills. No area should be deforested with the purpose of reforesting it. The cutting of trees in the hills should not be exceeded 10 hectares, whereas in plains it should not exceed 20 hectares. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് മെയിൻലി നമ്മൾ ഒരു ഡിഫോറസ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ റീഫോറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമില്ലാതെ നമ്മൾ ഡിഫോറസ്റ്റേഷൻ ചെയ്യാൻ നിൽക്കരുത്. ഇൻകേസ് നമ്മൾ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി ഡിഫോറസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത്ര എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റീഫോറസ്റ്റേഷൻ ചെയ്യണം. അതുപോലെ പ്ലെയിൻ റീജിയനിൽ നമുക്ക് ഇങ്ങനെ നമ്മളെ ഡീഫോറസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിലാണെങ്കിൽ തന്നെ പ്ലെയിൻ റീജിയനിലാണെങ്കിൽ അത് 20 ഹെക്ടേഴ്സിൽ കൂടാൻ പാടില്ല. അതുപോലെ ഫോറസ്റ്റ് ഏരിയാസിലാണെങ്കിൽ അല്ലെങ്കിൽ ഹിൽസ് ഏരിയാസിലാണെങ്കിൽ അത് 10 ഹെക്ടേഴ്സിൽ കൂടാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ്. അത് മെയിൻലി അത് ഫ്രെയിം ചെയ്തത് 1894 പിന്നെ അത് റിവേഴ്സ് ചെയ്തത് 1952 അതുപോലെ 1988 അത് റിവേഴ്സ് ചെയ്തു.
പിന്നെന്താ പിന്നീട് അതിൽ ചേഞ്ചസ് വരുത്തിയത് 1930, 1933 ആൻഡ് 1948 അതിന് അമെന്റ്മെന്റ്സുകൾ കൊണ്ടുവന്നത്, അതായത് അതിൽ അപ്ഡേഷൻസ് കൊണ്ടുവന്നത്. ഇനി ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ വരുന്നത് മെയിൻലി ഫോറസ്റ്റ് ലാൻഡ് ലെസ് ദാൻ 20 ഹെക്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ നോൺ ഫോറസ്റ്റ് പർപ്പസ് വിത്ത് അപ്രൂവൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. 20 ഹെക്ടേഴ്സിൽ കുറഞ്ഞ ഫോറസ്റ്റ് ലാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു അനുമതി കിട്ടിയാൽ മതി. ഇനി അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 20 ഹെക്ടേഴ്സിൽ കൂടുതലുള്ള ഫോറസ്റ്റ് ഏരിയാസ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ, സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എന്ത് ഏതെങ്കിലും ഫോറസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് ഫോറസ്റ്റ് ലാൻഡ് ഏതാണ് വേസ്റ്റ് ലാൻഡ് എന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യാൻ ഡിക്ലെയിം ചെയ്യാനുള്ള അധികാരമുള്ളത്. അതുപോലെ തന്നെ എന്താ, grazing, clearing for cultivation, erosion, maintenance of groundwater and lines of communications are prohibited in reserve forests. ചില ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ടായിരിക്കില്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്. ചിലത് എന്താ റിസർവ്ഡ് ഏരിയാസ് ആയിരിക്കും, അവിടെ ഒരു രീതിക്കുള്ള ആക്ടിവിറ്റീസും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാവാൻ പാടില്ല അല്ലെ. ഇനി ചിലത് എന്തായിരിക്കും, റിസർവ്ഡ് ഏരിയാസ് ആയിരിക്കില്ല, അവിടെ എന്ത് ചെയ്യാം, നമുക്ക് നോർമൽ ആയിട്ടുള്ള നമുക്കറിയില്ലേ, ചില ആളുകൾ വിറകൊക്കെ ശേഖരിക്കുക, തേന അങ്ങനെയുള്ള ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യും, അതിനൊക്കെ റിസർവ്ഡ് അല്ലാത്ത ഏരിയാസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം യൂസ് ചെയ്യാം. All critical areas in hills, catchment areas, steep slopes and other parts under erosion and landslide must be protected and quickly afforested. അതായത് മെയിൻലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയാസിൽ ഇപ്പൊ ലാൻഡ്സ്ലൈഡ് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി ചെയ്യാൻ പറ്റിയ അഫോറസ്റ്റേഷൻ എന്നുള്ള ഒരു പ്രോസസ് ആണല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, അഫോറസ്റ്റേഷന് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ അഫോറസ്റ്റേഷന് വല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ടിന്റെ അനുഭവം വരുന്നത് കേട്ടോ. ഇനി മെയിൻലി ഈ ഒരു ആക്ട് കൊണ്ട് ഉണ്ടായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം കേട്ടോ. അഡ്വാൻറ്റേജസിൽ എന്താ വരുന്നത്, ഓക്കെ, കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ്. 1938 ഒരു ലോ ആയിട്ട് കൊണ്ടുവന്നത്, അമെൻഡ്മെന്റ് ചെയ്തത് 1988. ഒട്ടുമിക്ക ആക്ടുകളും അപ്ഡേഷൻസ് കൊണ്ടുവന്നത് 1988 കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് പഠിക്കാം, അപ്പൊ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. ദ വെഹിക്കിൾ മസ്റ്റ് ഹാവ് പാസ്ഡ് ദ ടെസ്റ്റ് ഓഫ് VRDE. അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം നമ്മൾ ഓരോ വെഹിക്കിൾസിനും ഓരോ സ്റ്റേറ്റിലും അനുവദിക്കുന്ന കുറച്ച് റേഞ്ചസ് ഉണ്ടായിരിക്കില്ല, ആ ഒരു റേഞ്ച് എന്ത് ചെയ്തിരിക്കണം, മസ്റ്റ് ആയിട്ടും പാസ് ചെയ്തിരിക്കണം. ഈച്ച് വെഹിക്കിൾ മസ്റ്റ് ഹാവ് ഓൾ കമ്പോണന്റ് ഓഫ് സ്റ്റാൻഡേർഡ് സെയിൽസ് ഡൗൺ ബൈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും, ഓരോ വെഹിക്കിളിനും ഇത്ര എമൗണ്ട് ആണ് ഈ ഒരു കാര്യം ഉണ്ടാവേണ്ടത്, ഇത്ര എമൗണ്ട് ആണത് എന്ത് ചെയ്യുന്നത്. ഇൻ കേസ് അല്ലെങ്കിൽ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ എയർ പൊല്യൂഷൻ ഒക്കെ അല്ല, വെഹിക്കിൾസിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് എയർ പൊല്യൂഷൻ. അതുപോലെ ഓരോ സ്റ്റാൻഡേർഡ് സൗണ്ട് പൊല്യൂഷൻ, ഇപ്പൊ ഹോണിന്റെ ഒക്കെ ഒരു റേഞ്ച് ഇത്ര എമൗണ്ട് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന വെഹിക്കിൾസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ വെഹിക്കിൾ മസ്റ്റ് മീറ്റ് ഓൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്. മാനുഫാക്ചറർ ഈസ് ടു എൻഷുർ ദാറ്റ് ദ വെഹിക്കിൾ ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ. ദ വെഹിക്കിൾ ഈസ് ഫിറ്റഡ് വിത്ത് ട്യൂണപ്പ് ആൻഡ് കാറ്റലൈറ്റിക് കൺവേർട്ടർ. അങ്ങനെ വെഹിക്കിളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ അണ്ടറിലാണ് വരുന്നത് കേട്ടോ. ഓൾ ദ ഫ്യൂച്ചർ വെഹിക്കിൾ ഹാവ് ടു ഹാവ് എൻജിൻ ബേസ്ഡ് ഓൺ ലീഡഡ് പെട്രോൾ. All transport vehicles are to obtain fitness before registration, 2 years of new vehicle and every year subsequently. Each vehicle must obtain pollution under control certificate every 3 to 6 months from dealer having approved test equipment. പൊല്യൂഷൻ കൺട്രോളിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം, ഓരോ വെഹിക്കിളിൽ ഉണ്ടായിരിക്കണം. അത് എന്ത് ചെയ്യുക, 3 to 6 മന്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഉള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, അപ്രൂവ് ചെയ്തിട്ടുള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ ഡീലേഴ്സിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ന്യൂ എമിഷൻ സ്റ്റാൻഡേർഡ് ഹാവ് ബീൻ നോട്ടിഫൈഡ് വിത്ത്
which are effective from April 1995 to April 2000. ഓക്കെ, അതായത് പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യേണ്ടത്. അതായത് മെയിൻലി നമ്മുടെ ഓരോ സ്റ്റേറ്റുകളിലായാലും അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലും എൻഷുർ ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സുകളൊക്കെ എന്ത് ചെയ്യണം, എല്ലാ വെഹിക്കിൾസും എന്ത് ചെയ്തിരിക്കണം, മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ടുകൾ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? വെഹിക്കിളിന്റെയൊക്കെ ഡിസൈനിലും അതുപോലെ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ബ്രേക്ക് ഡൗണിലും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഡിസൈനുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയില്ലേ. അതായത് ലോ ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തുകൊണ്ടിരുന്ന വെഹിക്കിൾസും ഒക്കെ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ നമ്മൾ കെപ്റ്റ് ചെയ്തപ്പോൾ ഒന്നുകൂടെ ഹൈ ക്വാളിറ്റിയിലുള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങി, വരാൻ തുടങ്ങി അല്ലെ. ദ ഓണേഴ്സ് ഈസ് റിക്വയർഡ് ടു കീപ് ദ വെഹിക്കിൾ ഫിറ്റ്, ഇറ്റ് വിൽ ബ്രിങ് ഡൗൺ എയർ പൊല്യൂഷൻ അല്ലെ. പിന്നെന്താ, നമ്മള് ഈ എയർ പൊല്യൂഷൻ ഒക്കെ എന്താന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം അല്ലെ. അപ്പം അതെന്താ, ഒരു ഓരോ പീരീഡിൽ അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, അത് യൂസ് ചെയ്യുന്ന ആളുകളും വെഹിക്കിൾ ഫിറ്റ് ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ല. അപ്പൊ ഒന്നുകൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി, എയർ പൊല്യൂഷനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഇനി എന്തൊക്കെയാ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ മാത്രമാണ് ഈ ഒരു എയർ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യാറുള്ളത്, ശ്രദ്ധിക്കുന്നുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണ് അല്ലെ സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. The facilities for testing the degree of pollution is not available in small towns. എല്ലാ ഏരിയാസിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണമെന്നില്ല, അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, വെരി ഓൾഡ് വെഹിക്കിൾസ് ആർ സെൽഡം ഡിസ്കാർഡഡ്. The trade of spare part is floated with the standard component resembling genuine ones. അതായത് ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ എത്തിയിട്ടുള്ള പാർട്സുകളും അതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനെയുള്ള ലിമിറ്റേഷൻസുകളൊക്കെ എന്തുണ്ട് ഈ ഒരു ആക്ടിനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വാസ് ക്രിയേറ്റഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് ആഫ്റ്റർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. It started on November 19, 1986 and serves as the main law coordinates effort of central and state authorities to protect the environment. This law combines various previous environmental law for the unified approach, and the act not have a separate state level body. Instead of central government handle the powers and function under the act. Okay, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് മെയിൻലി ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഭോപ്പാൽ ട്രാജഡിക്ക് ശേഷമാണ്. അതായത് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ സെൻട്രൽ ലെവലിലും എന്തുണ്ട്, അതിന് ആക്ടുകളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന് മെയിൻലി ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്, അതായത് എൻവയോൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ഇംപ്രൂവ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പ്രിവെൻഷൻ ഓഫ് ഹസാർഡ്സ്, അതായത് എന്തെങ്കിലും ഹ്യൂമൻ ഹസാർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്റർനാഷണൽ ഡിസിഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്തൊക്കെയാണ്, അതിന്റെ അണ്ടറിൽ എന്തൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. അതിന്റെ അണ്ടറിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എന്തുണ്ട്, സെപ്പറേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എന്തൊക്കെയാന്ന് നോക്കാം. പ്ലാൻ ആൻഡ് എക്സിക്യൂട്ട് നേഷൻ വൈഡ് പ്രോഗ്രാംസ് ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അതായത് നാഷണൽ വൈഡ് ആയിട്ട്, അതായത് നാഷണലിന്റെ എല്ലാ പാർട്ടിലും എല്ലാ സ്റ്റേറ്റുകളിലും ഒക്കെ എന്ത് ചെയ്യുക, പ്രിവെൻഷന് ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാന്നുള്ളത് എന്താണ്, ഇത് ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റേറ്റ് ഓഫീസേഴ്സ് ആൻഡ് അതർ അതോറിറ്റീസ് അണ്ടർ ദിസ് ആൻഡ് എനി അതർ ആക്ട് റിലേറ്റഡ് ടു ഒബ്ജക്ട് ഓഫ് ദിസ് ആക്ട്. ക്യാരി ഔട്ട് സ്പോൺസർ ആൻഡ് മെയിൻലി എന്താ വരുന്നത്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക. ഇങ്ങനെ പ്രിവെൻഷന് വേണ്ടിയിട്ട് അവയർനെസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അത് ഓരോ സ്റ്റേറ്റിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഇതിനൊക്കെ ഒരുപാട് എക്കണോമിക് റിലേറ്റഡ് കാര്യങ്ങൾ വേണം. അതായത് നമുക്ക് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സ്പോൺസേഴ്സിനെ ഫൈറ്റ് ചെയ്യുക. പിന്നെന്താ, എന്തെങ്കിലും പ്രോപ്പറായിട്ട് നടത്തുന്നില്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക,
ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നത്. പ്രിപ്പയർ മാനുവൽ മെയിൻലി ഓരോ സ്റ്റേറ്റിൻ്റെതും ചെക്ക് ചെയ്യാന്നുള്ളത് സ്റ്റേറ്റ് അപ്പൊ ഫംഗ്ഷനിലാണ് വരുന്നത്. സെൻട്രൽ ഗവൺമെന്റിന് മെയിൻലി ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാന്നുള്ളതാണ്. പ്രിപ്പയർ മാനുവൽസ്, കോഡ്സ് ആൻഡ് ഗൈഡ് റിഗാർഡിംഗ് പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് control of environmental pollution, lay down standards for the quality of environment and its various aspects. Different standards may be laid down for different sources. The later modified standards are effective from 1994. Okay, അതായത് ഓരോ സ്റ്റാൻഡേർഡ്സുകൾ ക്വാളിറ്റി ഓരോ സ്റ്റാൻഡേർഡ്സുകളും ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഇനി സെൻട്രൽ ഗവൺമെന്റ്സിന്റെ അണ്ടറിൽ വരുന്ന പവേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. എന്തൊക്കെ പവറുകളാണ് സെൻട്രൽ ഗവൺമെന്റിന് ഉള്ളതെന്നാണ് നോക്കുന്നത്. ദ ഗവൺമെന്റ് ഹാസ് ദ പവർ ടു എൻ്റർ ആൻഡ് ഇൻസ്പെക്ട് എനി premises to ensure compliances with the act. It can take വലിയ വരുന്നത് എന്താ, സെൻട്രൽ ഗവൺമെന്റിന് ഏതൊരു ഫാക്ടറി ആയിക്കോട്ടെ, ഏതൊരു ഇങ്ങനെ എൻവയോൺമെന്റൽ ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് പാർട്ടിലും എന്ത് ചെയ്യാം, വിതൗട്ട് പെർമിഷൻ അവർക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ, ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ അവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യാൻ, അനാലിസിസിന് വേണ്ടി സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അതുപോലെ തന്നെ എന്താ, അവർക്ക് എന്തെങ്കിലും ഇൻഡസ്ട്രീസിന്റെ ലൊക്കേഷൻസും അതുപോലെ അതെന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷൻ അവർക്ക് മേക്ക് ചെയ്യാം. അതുപോലെ എന്താ, എന്തെങ്കിലും ഒരു സംഭവം പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ ക്ലോഷർ അല്ലെങ്കിൽ പ്രൊഹിബിഷന് അല്ലെങ്കിൽ റെഗുലേഷൻ ഓഫ് എനി ഇൻഡസ്ട്രി അതൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഓർഡർ പാസ് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന് എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് എൻവയോൺമെന്റലിന് ത്രെട്ടൺ ആയിട്ട് വരുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എന്താ ലോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെ പെനാൽറ്റീസ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ ഒരു അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാത്ത ഫാക്ടറീസിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാത്ത കോർപ്പറേറ്റീവ്സിനൊക്കെ കോർപ്പറേറ്റീവ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പെനാൽറ്റീസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഫൈൻസ് ആൻഡ് ഇംപ്രിസൺമെന്റ്, ഒഫൻസസ് ബൈ കമ്പനീസ്, ഒഫൻസസ് ബൈ ഗവൺമെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് പെനാൽറ്റീസിൽ വരിക കേട്ടോ. അതായത് അവരെ എന്ത് ചെയ്യാൻ, ജയിലിൽ അടക്കാനും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫൈൻ കൊടുക്കാനും അതുപോലെ തന്നെ എന്താ, ഏതെങ്കിലും ഒരു കമ്പനി ഇങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു കമ്പനീനെ ചെയ്യാൻ ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ള രീതിക്കുള്ള പെനാൽറ്റീസ് കൊടുക്കാനൊക്കെ എന്ത് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിന് അവകാശം. ഇനി എന്തൊക്കെയാണ് ഇന്ത്യയില് നമ്മൾ ഓവറോൾ ആയിട്ടുള്ളതാണ് കണ്ടത് അല്ലെ. ഇന്ത്യയില് എന്തൊക്കെയാണ് ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത് കേട്ടോ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ NGT, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതിനെ തന്നെ നമ്മൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയും, CPCB, അതുപോലെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് EIA, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, അഫോറസ്റ്റേഷൻ പ്രോഗ്രാം, ക്ലീൻ മിഷൻ ഇന്ത്യ, അതായത് നമ്മൾ സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലേ, അതിൽ അങ്ങനെയുള്ള ക്യാമ്പയിനുകളിലൂടെ കുറച്ച് പാർട്ടുകളിലൂടെയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ത്യയിലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ നമ്മൾ എൻഷുർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് കേട്ടോ. CPCBനെ കുറിച്ചിട്ടും NGTനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ആക്ട്, അത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിൽ പഠിക്കും കേട്ടോ. അതായത് NGTനെ കുറിച്ചിട്ടും അതുപോലെ CPCBനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ 5 മേജർ ആക്ടുകൾ പഠിച്ചു അല്ലെ. ഇനിയും നമുക്ക് ടോട്ടൽ 8 ആക്ടുകളാണുള്ളത്. ഇനി നമുക്ക് എന്തുണ്ട്, 3 ആക്ടുകളും കൂടെ പെൻഡിങ്ങിലുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം അല്ലെ. നെക്സ്റ്റ് വരുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഇതിന്റെ അണ്ടറിൽ കുറച്ച് സബ് കാറ്റഗറീസ് ആയിട്ട് ഓരോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ അറിയാലോ, വൈൽഡ് ലൈഫ് അനിമൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള
ഒരു ആക്ട് ആണ്. അപ്പൊ അതിന് മെയിൻലി അതിന്റെ അണ്ടറിൽ കുറച്ച് സബ് ആക്ടുകൾ വന്നിട്ടുണ്ട്. മദ്രാസ് വൈൽഡ് എലിഫന്റ് പ്രിസർവേഷൻ ആക്ട്, ഓൾ ഇന്ത്യ എലിഫന്റ് പ്രിസർവേഷൻ ആക്ട്, വൈൽഡ് ബേർഡ് ആൻഡ് അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട്, ബംഗാൾ റിനോസേഴ്സ് പ്രിസർവേഷൻ ആക്ട്, ആസാം റിനോസേഴ്സ് പ്രിസർവേഷൻ ആക്ട്, അങ്ങനെ കുറച്ച് അണ്ടറിൽ കുറച്ച് സബ് ആക്ടുകളും വന്നിട്ടുണ്ട്. മെയിൻലി സെൻട്രൽ സൂ അതോറിറ്റീസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, സൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ടുകൾ സൂവിന്റെ എന്താ പറയാ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ആക്ടിന്റെ അണ്ടറിലാണ് കേട്ടോ. കാരണം പ്രോപ്പർ ആയിട്ടുള്ള അനിമൽസിനെ വൈൽഡ് അനിമൽസിനെ പ്രോപ്പർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെ ഫോറസ്റ്റിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസേർവ് ചെയ്തിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നമ്മൾ സൂ എന്ന് പറയൂലേ, അങ്ങനെയുള്ളിടത്തുണ്ട്, അല്ലെങ്കിൽ എന്താ റിസർവ്ഡ് ഏരിയാസിലൊക്കെ നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം അതിന് വേണ്ട എഫേർട്ടുകളൊക്കെ എടുക്കുക എന്നുള്ളതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ പർപ്പസ് എന്താ? ടു പ്രൊട്ടക്ട് വൈൽഡ് ആനിമൽസ്, ബേർഡ്സ്, പ്ലാന്റ്സ് ആൻഡ് എൻഷ്യൂർ ദ എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ. കീ പ്രൊവിഷനിൽ വരുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസിലുണ്ട്. അതുപോലെ റെഗുലേഷൻ ഓഫ് ഹണ്ടിങ്, അതായത് ഹണ്ടിങ് ഒക്കെ എന്ത് ചെയ്ത് പ്രിവെന്റ് ചെയ്തുകൊണ്ടുള്ള ആക്ടുകൾ എന്ത് ചെയ്ത് കൊണ്ടുവന്നു. അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതിൽ മെയിൻലി ഉദ്ദേശിക്കുന്നത് ആക്ട് പ്രൊഹിബിറ്റ് ദ ട്രേഡ് ഓഫ് ഡേഞ്ചറസ് സ്പീഷീസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ് അലൈനിങ് വിത്ത് ഇന്റർനാഷണൽ കൺവെൻഷൻ ലൈക്ക് CITES. അതായത് മെയിൻലി ഇങ്ങനെയുള്ള സ്പീഷീസുകൾ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ എക്സ്റ്റിൻഷനിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള സ്പീഷീസിന്റെ ഒക്കെ ട്രേഡിംഗ് ഒക്കെ എന്ത് ചെയ്യാം, പ്രൊഹിബിറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ആക്ടാണ്. കൺസർവേഷൻ മെഷേഴ്സ് കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയാണ് മെയിൻലി എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ വരുന്നത്. കീ പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന കുറച്ചധികം കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫങ്ഷൻസ് ആൻഡ് മെഷേഴ്സ് ഓഫ് IUCN. ഓക്കെ, കമ്പൈൽ ചെയ്യുക, അതൊക്കെ എന്താണ് IUCN പാർട്ടിൽ വരുന്നതാണ് കേട്ടോ. കണ്ടക്ട് റിസർച്ച് ആൻഡ് ഡാറ്റ ഗാദറിംഗ് ഓൺ ബയോഡൈവേഴ്സിറ്റി, എൻഗേജസ് ഇൻ advocacy and education for conservation, implement field project for habitat and species conservation ഒക്കെ IUCN അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ സെൻട്രൽ സൂ അതോറിറ്റിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്. അതെന്താ, ഹോളിസ്റ്റിക് അപ്രോച്ച് ചെയ്യുക അല്ലെ. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നമുക്കൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. പക്ഷെ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇല്ല. ഹ്യൂമൻ ബീങ് ഹാവ് ബീൻ അപ്രൂവ്ഡ് അറ്റ് നമ്പേഴ്സ് ഓഫ് പ്ലേസസ് ടു മേക്ക് റൂം ഫോർ വൈൽഡ് ലൈഫ്. Less attention is being paid to endangered plant species. Exploitation of plant species continues under the garb of traditional medicine, as all the plant of medical importance are not cultivated. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ഇങ്ങനെയുള്ള ലോസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. മെഡിക്കൽ പർപ്പസിനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓൾറെഡി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് നടക്കുന്നുണ്ട് അല്ലെ. അത് കൾട്ടിവേറ്റ് ചെയ്യാതെ ഉള്ള സ്പീഷീസിനെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന രീതിക്ക് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിക്ക് എന്ത് ചെയ്യുന്നില്ല, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നടത്തുന്നില്ല എന്ന് തന്നെ നമുക്കറിയാം. കാരണം നമുക്കറിയാം ഈ സൂലായാലും വൈൽഡ് ആനിമൽസിനെയൊക്കെ നമ്മൾ നമുക്കറിയില്ലേ, എലിഫൻസിനെയൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഉത്സവങ്ങളിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തെല്ലാം ഓവറായിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ പ്രോപ്പറായിട്ട് ആ ഒരു ആക്ട് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ടർ ആക്ടും അതുപോലെ തന്നെ എയർ ആക്ടും ആണ്. ഈ രണ്ട് ആക്ടുകളും ഏറെക്കുറെ സെയിം കാര്യങ്ങളാണ് വരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് സെയിം ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. ആകെ വരുന്ന ഡിഫറൻസ് വാട്ടർ ആക്ട് നെയിമും അതുപോലെ ഇയറും മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ രണ്ടിനും യൂസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി,
വാട്ടർ ആക്ട് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ടർ ആക്ട് എന്ന് കൊടുക്കുക. എയർ ആക്ട് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എയർ ആക്ട് എന്ന് ചോദിക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ പ്രിവെന്റ്, മെയിൻറ്റെയിൻ, അതുപോലെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ബോർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന മെഷേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ പവേഴ്സ് കോൺഫർ ചെയ്യുക, ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത് വാട്ടർ ആക്ടിന്റെ. അതായത് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ വാട്ടറിന്റെ എന്തെങ്കിലും ഹോൾസംനെസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നത്. ഇതേ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് നമുക്ക് എന്തിലും വരുന്നത്, എയർ പൊല്യൂഷനിലും വരുന്നത്. ഇനി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബോർഡ്സിന്, സെൻട്രൽ ബോർഡിന് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡ്സിനും എന്തുണ്ട്, കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റ് ബോർഡ്സിന് മെയിൻലി വരുന്നത് ഇംപ്ലിമെന്റേഷൻ ഫംഗ്ഷൻ ആണ്. അതായത് പോളിസീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബോർഡും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരുമാണ്, സ്റ്റേറ്റ് ബോർഡും ആണ്. അതുപോലെ ഇൻസ്പെക്ഷനും മോണിറ്ററിംഗ് ഒക്കെ ഒന്നുകൂടെ എളുപ്പം സ്റ്റേറ്റ് ബോർഡുകളിലായിരിക്കും അല്ലെ. അതായത് കേരളത്തിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നടക്കുന്ന എന്തെങ്കിലും വാട്ടർ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം ആർക്കായിരിക്കും, സ്റ്റേറ്റ് ബോർഡിലായിരിക്കും. കേരള സ്റ്റേറ്റിലുള്ള ബോർഡിന് അതോറിറ്റീസിനായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ഷനും മോണിറ്ററിംഗും ഒക്കെ വരുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് അല്ലെങ്കിൽ അണ്ടർ ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റേറ്റ് ബോർഡ് ആണ്. ഓക്കെ, എഫ്ലുവന്റ് വർക്ക്സ് ആൻഡ് പ്ലാൻ ഫോർ ദെയർ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ, കൺസേൺ മാനേജ്മെന്റ്, സ്റ്റാൻഡേർഡ് കാര്യങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വരുന്നത് സെൻട്രൽ ബോർഡിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, പബ്ലിക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ഓവറോൾ ഫങ്ഷൻസ് ഒക്കെയാണ് സെൻട്രൽ ബോർഡിന് വരുന്നത്. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, കൊടുത്തിട്ടുള്ള ലോസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്തത് പ്രോപ്പർ ആയിട്ടാണോ നോക്കുക, ഇൻസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ് ബോർഡിന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, പിന്നെ പവേഴ്സ് പറയുന്നുണ്ട്, അതുപോലെ അപ്പീൽസും പറയുന്നുണ്ട്. അപ്പീൽസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വാട്ടർ ആക്ട് കൊടുത്തിപ്പോ വാട്ടർ പ്രോപ്പർ ആയിട്ടല്ല, എന്തെങ്കിലും വാട്ടർ പൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാണ് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ. അപ്പൊ ആ ഒരു ഫാക്ടറിയിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണെങ്കിൽ അവർക്ക് അപ്പീലിന് പോവാം അല്ലെ. അല്ലെങ്കിൽ അപ്പം അപ്പീലിനുള്ള അവസരങ്ങളുണ്ട്, അതുപോലെ പണിഷ്മെന്റുകളുണ്ട്. അപ്പൊ അപ്പീലും പണിഷ്മെന്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മെയിൻലി ഇങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പീലിന് പോകാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്, അതുപോലെ പണിഷ്മെന്റ് കിട്ടും. ഓക്കെയാണ്, അവര് കറക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫൈന് അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് പോലെയുള്ള പണിഷ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഈ കാര്യം തന്നെയാണ് നമ്മൾ എന്ത് വരുന്നത്, എയർ ആക്ടിന്റെ അണ്ടറിലും വരുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ബോർഡിന്റെ ഫങ്ഷൻസ് വരുന്നുണ്ട്, അതുപോലെ സെൻട്രൽ ബോർഡിന്റെ ഫങ്ഷൻസും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.